വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യ ഭഗവാനും വന്നുദിക്കാൻ നിന്നുദിക്കാൻ ഇന്ദിത്ര താമസിച്ചേ. മുത്തപ്പ ഒന്ന് പാട് മുത്തപ്പ, കേൾക്കാൻ കൊതിയാവണ്. വയ്യ വാസു, രാവ് മുഴുവൻ മരവും തുടിയും തപ്പും കൊട്ടി കുഴലൂതി മുടിയാടി വയ്യാണ്ടായി. പിന്നെ ഉഗ്രപ്രതാപിയായ ദേവയുടെ നടക്കൽ നിൽക്കുമ്പോ എല്ലാം അങ്ങോട്ട് മറക്കുക. വയ്യ. എന്നാലും മുത്തപ്പ എന്നാ നിനക്ക് വേണ്ടി ഒന്ന് പാടാം. വന്നുദിച്ചേ നിന്നുദിച്ചേ ആദിത്യ ഭഗവാനും ഇന്നെന്താ ഭഗവാനെ വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. ഇന്നെന്താ ഭഗവാനും വന്നുദിക്കാൻ ഇത്ര താമസിച്ചേ. എന്താ വാസു, പാട്ടിഷ്ടായോ? അസലായി. ഞാനും കൂടി കൂടട്ടെ നിങ്ങളുടെ കൂടെ? കേട്ടില്ലേ? എന്താ മുത്തപ്പ? വേണ്ട വാസു, ഇതുകൊണ്ടൊന്നും ഇക്കാലത്ത് ജീവിക്കാൻ നോക്കൂല. മഞ്ഞളും പാലപ്പൂവും മണക്കണ രാത്രികളില് അമ്മയുടെ തിരുമുറ്റത്ത് ആണുങ്ങളെ വാദ്യമേളങ്ങൾക്കനുസരിച്ച് കെട്ടിവെച്ചിരിക്കുന്ന മുടിയഴിച്ച് പെണ്ണുങ്ങള് ഒരു നിയോഗം പോലെ ആടാനിറങ്ങുന്നത് ഒരു വലിയ കാര്യം തന്നെയായിരുന്നു. കാളി രൂപം മനസ്സിൽ ധ്യാനിച്ച് ഉറഞ്ഞാടുക അതൊരു വലിയ അനുഗ്രഹ. പതികാലത്ത് നിന്ന് ദ്രുതകാലത്തിലേക്ക് ചൊല്ലിയാടി കയറുമ്പോൾ ജീവിതത്തിന് തന്നെ ഒരു ഐശ്വര്യം ഉണ്ടായിരുന്നു. ഇന്നിപ്പോ വല്ലതും ഉണ്ടോ? എല്ലാം പോയി. കുട്ടായി ഒന്നങ്ങനെ അടുപ്പിച്ചോ. നാലാളുടെ ഉണ്ട്. ഓ അയ്യപ്പ പറഞ്ഞല്ലോ, ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. അടുത്ത വെള്ളിയാഴ്ച മുത്തപ്പോ ഇനി നാളെ കാണാം. നാളെ ഒന്നും ഇല്ലല്ലോ വാസു. ഇനി എന്നാ? അടുത്ത വെള്ളിയാഴ്ച പറക്കുട്ടിക്കാവില്. ആയിക്കോട്ടെ ആയിക്കോട്ടെ. എടാ കുട്ടായി ആ വെള്ളം കോരി കളടാ. ആ എന്താ കോയിന്ന? എന്തായി? ഇത്തിരി പഴക്കണ്ട് കുറുങ്കുഴല്. ഓ എന്നാലും നല്ല ശീല. മുത്തപ്പൻ കൊറേ കാലാലേ പറയണു. എന്തായാലും എനിക്കിത് വേണം. ഓ അങ്ങനെ ആവട്ടെ. ആ വേലേതാ 2 കഷ്ണം പുട്ടും പഴം പൊരിഞ്ഞും എടുത്തോ. ചായ അല്ലേ? കടുപ്പത്തിലായിക്കോട്ടെ. കൃഷ്ണകുട്ടി 2 ചായ, ഒന്ന് കടുപ്പ കുറച്ച്. എന്തുണ്ട് മുത്തപ്പ വിശേഷം? ഓ എന്ത് വിശേഷം, അങ്ങനെ പോണു. താനിങ്ങ വന്നേ. എന്താ സാർ? താനിത് എപ്പോഴാ തുറന്ന്? അരമണിക്കൂറായി കാണും. താൻ കട തുറക്കാൻ വന്നപ്പോ ഇവിടെ ആരെങ്കിലും കണ്ടായിരുന്നോ? ഇല്ല സാറേ. ആരെയാ സാർ അന്വേഷിക്കുന്നത്? അവൻ വീണ്ടും പുറത്തിറങ്ങിയിട്ടുണ്ട്. ദുർഗ ഇന്നലെ രാത്രി ഒരു നിഴല് പോലെ കണ്ടതാ. മുങ്ങി. അവൻ ഇവിടെ എവിടെയെങ്കിലും കണ്ടാൽ സ്റ്റേഷനിൽ വന്ന് വിവരം അറിയിക്കണം. മനസ്സിലായോ? ദേവി, അവൻ വന്നോ വീണ്ടും? മുത്തപ്പ ഇനിയിപ്പോ എന്താ ചെയ്യാ നമ്മള്? സൂക്ഷിക്കണം, സൂക്ഷിക്കണം. തങ്കെടുത്തി. എന്താ കുമാര? അതെ, ഈ കഥ ഒന്ന് തുറന്നു തരുമോ? എന്തിനാ? വെറുതെ വെറുതെ കിണറ്റിലേക്ക് നോക്കിയിരിക്കാനാ. കിണറ്റിലെ വെള്ളം കാണാൻ നല്ല രസാ. എനിക്ക് പറ്റില്ല എന്റെ കുമാര. ആ വത്സലെങ്ങാനും അറിഞ്ഞാലേ. നിറയെ വെള്ളണ്ടോ കിണറ്റില്? ഉണ്ടല്ലോ. കലങ്ങിയിട്ടുണ്ടോ വെള്ളം? ഇല്ല. അല്ല നിനക്കിത് എന്ത് പറ്റി കുമാര? ഇത്തിരി വെള്ളം തരുമോ? തരാലോ. ഇതെന്തൊക്കെ നീ കാണണേ? എന്താ തങ്കെടുത്തി? കുറച്ച് വെള്ളം ചോദിച്ചതാ. വരുന്നവരോടും പോകുന്നവരോടൊക്കെ എന്തിനാ ഇങ്ങനെ യാചിക്കണേ? നീ വീട്ടിൽ പോയില്ലേ? ഇല്ല, കൃഷ്ണേട്ടന്റെ കടയിൽ നിന്ന് നേരെ ഇങ്ങി പോന്നു. വീട്ടിൽ പോയാലും മനസമാധാനം ഉണ്ടാവില്ലല്ലോ. അതുപോലത്തെ വർത്തമാനങ്ങളാ കേൾക്കുന്നത്. എന്താ എന്താ കേട്ടെ? എന്താ മുത്തപ്പ? ഏയ് ഒന്നുമില്ല.
അല്ല, കാലത്ത് കൃഷ്ണന്റെ കടയിൽ പോലീസ് വന്നിരുന്നു. അവൻ വന്നിട്ടുണ്ടത്രേ. ദുർഗ പേടിക്കാനൊന്നുമില്ല, എല്ലാം അവസാനിച്ചില്ലേ? എന്നാലും മുത്തപ്പ അവൻ ഇനിയും എന്നെ അന്വേഷിച്ച്. അതിപ്പോ വരേണ്ട കാര്യം എന്താ? വരാതിരിക്കാൻ ദേവിയോട് ഉള്ളൊരുക്കി പ്രാർത്ഥിക്കുക. വെറുതെ ഓരോന്ന് ആലോചിച്ച് മനസ്സ് വിഷമിപ്പിക്കണ്ട. വത്സല വീട്ടിലേക്ക് അല്ലേ, ചന്ദ്രൻ നോക്കിയിരിപ്പുണ്ടാവും. ഞാൻ ഇറങ്ങാ. ആ ആ. ദാ, കുറുങ്കടല് കുമാരന് വേണ്ടി കൊണ്ടുവന്നാ. കാവായ കാവിലൊക്കെ എത്രയോ കാലം മുടിയാട്ടത്തിന് കുഴല് വിളിച്ചവനാ നീ. ആ വിളിയൊക്കെ ദേവി കേൾക്കാണ്ടിരിക്കുവോ? മനസ്സിന് പേടിയും വിഷമമൊക്കെ വരുമ്പോ ഈ കുഴലിലൂടെ ദേവിയെ വിളിക്കുക, സമാധാനം ഉണ്ടാവും. ആ. അമ്മേ, ദേ ഒരാൾ കാണാൻ വന്നിരിക്കണേ. സുഭദ്രാമേ, ആരാ? എന്താ? രാവിലെ പാല് കുടിച്ചോണ്ടിരുന്നപ്പോ പെട്ടെന്ന് ഛർദിച്ചു. ആ, എന്തിനാടാ കരയണേ? ആ, വത്സലേ, എന്താമ്മേ? ആ എണ്ണ എടുക്ക്. ഓ നോ ചോ 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 മോനെ, കരയിലടാ മോനെ. ഇതാമ്മേ. ഇപ്പൊ എല്ലാം ശരിയാവും. ദാ എണ്ണ ഒഴിച്ച് തേച്ച് ദാ 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 ദേവി, നീ കാത്തു. എന്താ പറ്റിയതമ്മേ? ഒന്നും പറയണ്ട എന്റെ കുട്ടാ. കുട്ടിക്ക് പാല് കൊടുക്കുമ്പോ ശ്രദ്ധിക്കാതെ പറ്റുന്നതാ ഇതൊക്കെ. രമേശ, സുമയോട് ശ്രദ്ധിക്കാൻ പറയട്ടോ. ദാ മുലയൂട്ടുമ്പോ കുട്ടിക്ക് മുലപ്പാല് ശിരസിൽ കേറാതെ ശ്രദ്ധിക്കണം കേട്ടോ. എന്നാ പൊയ്ക്കോളൂ. വലിയ ഉപകാരം സുഭദ്രാമേ. എന്നോടല്ല പറയേണ്ടത്, ദേവിയോടാ. എന്നാ ഞാൻ പോട്ടെ. ആ